എല്ലാ ശരീരവും മരണത്തെ രുചിച്ചറിയുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പരിചയപ്പെടുത്തുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി കൊണ്ട് നമ്മോട് ഈ കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഈ ദുനിയാവിൽ നിന്ന് എല്ലാവരും മരണപ്പെട്ടു പോകുമെന്ന് അല്ലാഹു തആല നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആയിരങ്ങൾ വർഷം നബി അലൈഹിസ്സലാത്തു വസ്സലാം 1000 വർഷത്തോളം ദുനിയാവിൽ ജീവിച്ചിട്ടുണ്ട്. 950ഓളം വർഷം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുനിയാവിൽ ജീവിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ പ്രവാചകന്മാരും ഒരുപാട് വർഷം ദുനിയാവിന്റെ മുകളിൽ ജീവിച്ചവരാണല്ലോ. ഈ ദുനിയാവിൽ വളരെയധികം പടച്ചുറപ്പെ ആയുസ് കൊടുത്ത ആളുകളായിരുന്നല്ലോ. ആകെ അവർക്ക് ദുനിയാവിന്റെ മുകളിൽ ജീവിച്ചു കടന്നു പോയവരാണ്. ഈ ദുനിയാവിൽ മരിക്കില്ല എങ്കിൽ, ഈ ദുനിയാവ് രോഗം പിടിക്കില്ല എങ്കിൽ, ഒരാൾ തന്നെ മരിക്കില്ല എങ്കിൽ, അത് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കാതിരിക്കണല്ലോ, റസൂലുള്ളാഹി വഫാത്താകാതിരിക്കണല്ലോ, റസൂലുള്ളാഹി ലോകത്തോട് വിട പറയാതിരിക്കണല്ലോ. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും പടച്ചുറപ്പേ ദുനിയാവിന്റെ തൊലിക്കുമ്പോൾ വിട പറഞ്ഞിട്ടുണ്ടോ? ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ടോ? പിന്നെയാണോ പാപികളായ നമ്മള്? പിന്നെയാണോ പാപികളായ നമ്മള്? ആ മരണത്തിന്റെ വല്ലാത്ത വേദനയുണ്ടല്ലോ. പടച്ചുറപ്പേ ദുനിയാവിന്റെ തൊലിക്കുമ്പോൾ ഏത് വേദന നമുക്ക് സഹിക്കാൻ കഴിഞ്ഞാലും പടച്ചുറപ്പേ മരണത്തിന്റെ വേദന നമുക്ക് ഒരാൾക്കും തന്നെ സഹിക്കാൻ കഴിയില്ല. അത്രത്തോളം വേദനയാണ് മരണത്തിനെന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചുറപ്പേ അല്ലാഹുവിന്റെ ഹബീബാണല്ലോ, അല്ലാഹുവിന്റെ ഹബീബാണല്ലോ. ആ പടച്ചതമ്പുരാൻ അല്ലാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അത്രയ്ക്കും സ്നേഹമാണ്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചുറപ്പേ റൂഹിനെ പിടിക്കാൻ ഇസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചുറപ്പേ കടന്നു വരുമ്പോ, ഇസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ പടച്ചുറപ്പേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഇവിടെ നിന്നും പറയുകയാ, പടച്ചുറപ്പേ ഇസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് വാതിൽ മുട്ടുകയാണല്ലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല തന്റെ ചാരത്തിരിക്കുന്നുണ്ട്. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പടച്ചുറപ്പേ അവിടുന്ന് ഇസ്രാഈൽ പറയുന്നു, നബിയേ സമ്മതമുണ്ടെങ്കിൽ റൂഹ് പിടിക്കാൻ നബിയേ, സമ്മതമുണ്ടെങ്കിൽ റൂഹ് പിടിക്കാൻ നബിയേ, അല്ലെങ്കിൽ കണ്ട് മടങ്ങാൻ നബിയേ, അല്ലെങ്കിൽ ഇവിടുന്ന് കണ്ടിട്ട് മടങ്ങാൻ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപിലേക്ക് കടന്നു വന്നിട്ടാ പടച്ചുറപ്പേ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല എന്ന് പറയുമ്പോ, ഇസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുമ്പോ പടച്ചുറപ്പേ തൊട്ടടുത്തിരിക്കുന്ന ഫാത്തിമ ബീവി തന്റെ പ്രിയപ്പെട്ട പിതാവ് ലോകത്തോട് വിട പറയാനിരിക്കുന്നതിന്റെ പടച്ചുറപ്പേ വല്ലാത്ത വിഷമത്തിലാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല. ആ ഫാത്തിമ ബീവിയുടെ കണ്ണുകൾ നിറയുകയാണ്, കണ്ണുകൾ നിറഞ്ഞൊലിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൂഹ് പിടിക്കാൻ അവസരം കൊടുക്കുകയാണ്, സമ്മതം കൊടുക്കുകയാണ്. ഇസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹിനെ പിടിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ റൂഹ് ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരുമ്പോ പടച്ചതമ്പുരാനെ റസൂലുള്ളാഹിക്ക് വല്ലാത്ത വേദനയാണല്ലോ, റസൂലുള്ളാഹിക്ക് വല്ലാത്ത വേദനയാണല്ലോ. റസൂലുള്ളാഹി ചോദിക്കുന്നു, ഇസ്രാഈലേ മരണത്തിന്റെ വല്ലാത്ത വേദനയാണല്ലോ ഇസ്രാഈൽ, തന്റെ ഉമ്മത്തിനും ഇതുപോലെ വേദനയുണ്ടാകുമോ ഇസ്രാഈൽ? ഇസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുന്നു, നബിയേ തന്റെ ഉമ്മത്തിന്റെ ഇതിനെക്കാളും വേദനയുണ്ടല്ലോ നബിയേ, ഇതിനെക്കാളും വേദന കഠിനമാണ് നബിയേ. പടച്ചുറപ്പേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊട്ടിക്കരയുകയാണ്. അവിടുത്തെ റസൂലുള്ള മരണത്തിന്റെ സമയത്ത് പോലും തന്റെ ഉമ്മത്തിന് വേണ്ടി പടച്ചുറപ്പേ അവിടെ നിന്ന് വല്ലാതെ സങ്കടപ്പെടുകയാണല്ലോ, അവിടെ നിന്ന് പടച്ചുറപ്പേ കരയുകയാണല്ലോ, അവിടെ നിന്ന് വല്ലാതെ വിഷമിക്കുകയാണല്ലോ.
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബ്ബേ ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്ന ഈ വേദന എൻ്റെ ഉമ്മത്തിന് സഹിക്കാൻ കഴിയില്ലല്ലോ, എൻ്റെ ഉമ്മത്തിന് സഹിക്കാൻ കഴിയില്ലല്ലോ. ഇതിനെക്കാളും വേദനയാണോ ഇസ്രായീലേ എൻ്റെ ഉമ്മത്തിൻ്റെത്? റബ്ബേ റസൂലുള്ളാഹി ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, ഈ ദുനിയാവിൽ വെച്ചിട്ടോ ഇത്രത്തോളം ഭയത്തിലായിട്ട് ഞാൻ ഒരാളുടെ റൂഹിനെയും പിടിച്ചിട്ടില്ലല്ലോ, ഇത്രത്തോളം സൗമ്യമായിട്ട് ഒരാളുടെ റൂഹിനെയും ഞാൻ പിടിച്ചിട്ടില്ലല്ലോ. ഇത് ഈ റൂഹിനെയാണ് നബിയെ ഞാൻ ഏറ്റവും കൂടുതൽ ഭയത്തിൽ പിടിക്കുന്നത്. പടച്ചറബേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പടച്ചറബേ അവിടുന്ന് ഹബീബായ നബി തങ്ങളതാ ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നു, ഇസ്രായീൽ, എൻ്റെ ഉമ്മത്തിന്റെ വേദനയുണ്ടല്ലോ ഇതിനേക്കാളും കഠിനമാണെങ്കിലും എൻ്റെ ഉമ്മത്തിന്റെ വേദന പോലും എന്നിലേക്ക് ചേർത്ത് തരണേ ഇസ്രായീൽ. പടച്ചറബേ എന്നിലേക്ക് ചേർത്ത് തരണേ ഇസ്രായീൽ എന്നവിടുന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ പടച്ചറബേ ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്, അല്ലാഹുവേ തന്റെ ഉമ്മത്തിന്റെ വേദന പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലോ ആ റസൂലുള്ളാഹിക്ക് നമ്മോടുള്ള സ്നേഹം ഒന്ന് നോക്കണേ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മോടുള്ള സ്നേഹം ഒന്ന് നോക്കണേ. പടച്ചറബേ വല്ലാത്ത സ്നേഹമാ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ പടച്ചവനെ തന്റെ ഉമ്മത്തികളോട് വല്ലാത്ത സ്നേഹമാണല്ലോ. മരണത്തിന്റെ വേദന എന്ന് പറഞ്ഞാൽ അത്രക്കും കഠിനമാണല്ലോ, മരണത്തിന്റെ വേദന എന്ന് പറഞ്ഞാൽ അത്രക്കും കഠിനമാണല്ലോ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചുറപ്പേ തന്റെ ജനതയോട് പരിശുദ്ധമായ ദീനിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചുറപ്പേ തന്റെ ജനതയോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ കുറിച്ചിട്ട് അവിടുന്ന് പ്രബോധനം നടത്തുമ്പോ തന്റെ ജനത അവിടുന്ന് ചോദിക്കുകയാണ്, ഈസാ നബിയെ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് വാദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ മരണപ്പെട്ടു പോയവരെ ജീവിപ്പിക്കുമെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് കറാമത്തുകൾ നിങ്ങൾ ലോകത്തിന്റെ മുമ്പിലോ പടച്ചുറപ്പേ മോചിതത്തുകൾ കാട്ടുന്നുണ്ടല്ലോ, ഒരുപാട് മോചിതത്തുകൾ നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ. അല്ലാഹുവേ മരണപ്പെട്ടു പോയവരെ നിങ്ങൾ ജീവിപ്പിക്കുന്നുണ്ടോ? അല്ലാഹുവേ, അവിടെ നിന്ന് തന്റെ ജനത കടന്നു വന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ്, ഇന്നലെ മരിച്ചവരെ നിങ്ങൾ ജീവിപ്പിച്ചിട്ടുണ്ടോ? എന്നാൽ ഞങ്ങൾക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ടോ? അതാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്, പടച്ചുറപ്പേ വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ അല്ലാഹുവേ, പടച്ചുറപ്പേ സാമിന്റെ ഖബർ കാണിച്ചു കൊടുത്തിട്ടോ അതാ ഇവിടെ നിന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത പറയുന്ന, ഈസാ നബിയേ, ആ കാണുന്ന ഖബറുണ്ടല്ലോ അല്ലാഹുവേ, ആ കാണുന്ന ഖബറുണ്ടല്ലോ ഒരുപാട് പഴക്കമുള്ള ഖബറാണല്ലോ, ആ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യൻ നിങ്ങൾക്കൊന്ന് പുറപ്പെടുവിക്കാൻ കഴിയുമോ? ഈ ദുനിയാവിന്റെ തുരക്കുമുകളിലേക്കൊന്ന് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ നബിയേ? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് പറയുന്നു, നിങ്ങൾ എനിക്ക് ഖബർ കാണിച്ചതാ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഖബർ കാണിച്ചു കൊടുക്കുകയാ. ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യനോട് അല്ലാഹുവേ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്,
അള്ളാന്റെ സമ്മതത്തോടു കൂടി നിങ്ങളൊന്ന് എണീറ്റ് വരുമോ? അള്ളാന്റെ സമ്മതത്തോടു കൂടി നിങ്ങളൊന്ന് എണീറ്റ് വരുമോ? പടച്ചുറപ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ മനുഷ്യനതാ അല്ലാഹുവേ ആ ഖബറിൽ നിന്ന് എണീറ്റ് വരികയാ. ആ സമയത്ത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അതാ ഇവിടുന്ന് ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തില് മരണം മുതൽ ഇതുവരെയുള്ള ഓരോ കാര്യങ്ങളും നിങ്ങളെ ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്ന കാര്യം എന്താണ്? നിങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിട്ടുള്ള കാര്യം എന്താണ്? അതാ തന്റെ ജനതയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരോട് ചോദിക്കുമ്പോ അവരവിടെ നിന്ന് പറയുകയാ, ഈസാ നബിയെ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ വേദനപ്പെടുത്തുന്ന കാര്യം എന്താണെന്നറിയോ? ആ റൂഹിനെ പിടിക്കുന്ന സമയമുണ്ടല്ലോ, മരിക്കുന്ന സമയത്ത് എന്റെ റൂഹിനെ പിടിക്കുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയത്ത് എന്റെ തൊണ്ടയ്ക്ക് വല്ലാത്ത വേദനയായിരുന്നല്ലോ. ആ വേദന എന്റെ തൊണ്ടയിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ലല്ലോ, വല്ലാത്ത വേദനയാണെന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാ. ഖബറിലേക്കുള്ള വെപ്പല്ല എന്റെ വേദന, ഖബറിലുള്ള ചോദ്യമല്ല എന്റെ പ്രയാസം. എന്റെ ഏറ്റവും കൂടുതൽ വേദനപ്പെടുത്തിയിട്ടുള്ളത്, എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിട്ടുള്ളത് ആ റൂഹിനെ പിടിക്കുന്ന സമയത്തുള്ള രംഗമാ. എന്റെ പ്രിയമുള്ളവരെ, ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹു തആല മരണം കൊടുക്കുമ്പോഴുള്ള അവസ്ഥ. മരണമെന്ന് പറഞ്ഞാൽ അത്രത്തോളം പ്രയാസമാണ് ഉമ്മ. നമ്മളെല്ലാവരും മരണത്തെ പേടിക്കുന്നവരാണല്ലോ. എല്ലാവരും മരണത്തെ കുറിച്ച് കേൾക്കുമ്പോൾ പടച്ചറപ്പേ പേടിച്ചു പോകുന്നവരാണല്ലോ. മരിക്കില്ല എന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലോ, ഒരിക്കലും തന്നെ മരണമില്ല എന്ന് ഉണ്ടായിരുന്നെങ്കിലോ എത്ര വലിയ സന്തോഷമായിരുന്നു, എത്ര വലിയ ആനന്ദമായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ദുനിയാവിന്റെ തൊലിക്കമ്പകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ ആ മരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? ആ മരണത്തിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ഒരുങ്ങി കഴിഞ്ഞിട്ടുള്ളത്? ഈ പറയുന്ന എന്റെ ജീവിതത്തിൽ മരണം കടന്നു വരുമല്ലോ, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമല്ലോ. പടച്ചറബ്ബേ, എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമല്ലോ. എന്താ ആ മരണത്തിന്റെ ശേഷം കൊണ്ടുപോകാനുള്ളത് എന്തെങ്കിലും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടോ? ആ മരണത്തിന്റെ ശേഷം അല്ലാഹുവിന്റെ മുമ്പിലേക്കൊന്ന് കൊണ്ടുപോകാൻ എന്ത് അമലാണ് നമ്മളെല്ലാം തയ്യാറ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത് അതൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. എന്നിട്ടും പടച്ചറബേ, മരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങാതെ ദുനിയാവിന്റെ തുലിക്കുമുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ആകുമേ ചരിത്രകാരന്മാരെ വിശേഷിപ്പിച്ചതുപോലെ രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമല്ലോ. അന്ന് നമ്മൾ ഒരുപാട് ബാധ്യതകൾ എനിക്ക് ചെയ്തിട്ട് തീർക്കാനുണ്ടോ, എന്റെ ജീവിതത്തിൽ കടം തീർക്കാനുണ്ടോ, എന്റെ മകളെ കെട്ടിക്കാനുണ്ടോ, എനിക്കൊരു വീട് വെക്കാനുണ്ടോ? പടച്ചുറപ്പേ, ദുനിയാവിന്റെ തുരിക്കുകളിൽ എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ടല്ലോ. അതെല്ലാം ഞാനൊന്ന് തീർത്തു കൊള്ളട്ടെ, അതെല്ലാം ഞാനൊന്ന് തീർത്തു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് ഇളവ് തരൂലല്ലോ. അല്ലാഹ് നമുക്ക് ഇളവ് തരൂലല്ലോ. അല്ലാഹുവേ, ദുനിയാവിന്റെ തുലിക്കുമുകളിലൂടെ കഴിയുന്ന സമയത്ത് അല്ലാഹുവേ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു. നന്മകൾ ചെയ്യാൻ പ്രവർത്തിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല അല്ലാ. നന്മകൾ ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല അല്ലാ. പടച്ചറബേ, എന്ന് അവിടെ നിന്ന് പടച്ചറബേ നമ്മൾ പറഞ്ഞത് കൊണ്ട് അല്ലാഹു നമ്മളെ കേൾക്കൂലല്ലോ, അല്ലാഹു നമ്മളെ കേൾക്കുകയില്ലല്ലോ. ആ സമയത്ത് രക്ഷപ്പെടുന്നതാരാ? ആ സമയത്തും പടച്ച തമ്പുരാന്റെ മുമ്പിൽ രക്ഷപ്പെടുന്നതാരെന്നറിയോ? വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ആഖിബത്ത്
നന്നാകുന്നത് ആരതാണെന്നറിയോ? അത് മുത്തഖീങ്ങളതാണ്, അത് മുത്തഖീങ്ങളതാണ്, മുത്തഖീങ്ങളതാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ ഇവിടെ ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യനോട് പറഞ്ഞു, മനുഷ്യ നീ മരിക്കും. ഒരു ദിവസം അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരും, എന്നെ കൊണ്ടുപോകും, നിങ്ങളെ കൊണ്ടുപോകും, എല്ലാവരെയും കൊണ്ടുപോകുന്ന ഒരു ദിവസം നമുക്ക് മുമ്പിൽ വരാനാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ പഠിപ്പിച്ചു, നിങ്ങളെ പഠിപ്പിച്ചു, ഈ ലോക സമൂഹത്തെ പഠിപ്പിച്ചു. പടച്ചറബ് അങ്ങനെ സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ ജീവിക്കുമ്പോൾ, മരിക്കുമെന്ന് ഉറപ്പോടുകൂടി ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കുമ്പോൾ അല്ലാഹുവേ നമ്മളൊക്കെ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ എന്താണ് അള്ളാഹിന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ എന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്? എന്താണ് നമ്മൾ ചെയ്തത്? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു നന്മയും നമ്മുടെ ജീവിതത്തിലില്ല, ഒരു നന്മയും നമ്മുടെ ജീവിതത്തിലില്ല, നമ്മൾ ചെയ്തു വെച്ചിട്ടില്ല. അള്ളാഹു ഞങ്ങൾക്ക് ബോധം നൽകണേ അല്ലാഹ്. ആ സമയത്ത്, മരിക്കുന്ന സമയത്ത് നമുക്ക് ആഖിബത്ത് നന്നാകണ്ടേ? ആ സമയത്ത് നമുക്ക് ആഖിബത്ത് നന്നാകണ്ടേ? അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, മരണശേഷമുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെയധികം ദുർഘടമായ വഴികളാണ്, വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന ദുർഘടമായ വഴികളാണ്. ആ വഴികളിലൂടെ കടന്നു പോകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിവെച്ച പാപങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിവെച്ച ഓരോ തിന്മകളും നമ്മൾ മായ്ച്ചു കളയാതെ, പടച്ചറബിന്റെ മുമ്പിൽ തൗബ ചോദിക്കാതെ ആ അള്ളാന്റെ മുമ്പിലൂടെ കടന്നു പോയാൽ രക്ഷപ്പെടൂല. അള്ളാഹിന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ നമ്മൾ രക്ഷപ്പെടൂല. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില അടയാളങ്ങൾ, നല്ല മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ കാണപ്പെടുന്ന ചില അടയാളങ്ങളെ കുറിച്ചിട്ട് അവിടുന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ചില അടയാളങ്ങളെ കുറിച്ച് അള്ളാഹിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ ജീവിതത്തിൽ അവൻ നന്മകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജീവിതത്തിൽ കൊടുക്കുന്ന ചില നന്മകളുണ്ട്, അവന്റെ ജീവിതത്തിൽ കൊടുക്കുന്ന ചില നന്മകളുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഒന്ന് അതാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അവിടുന്ന് പഠിപ്പിക്കുകയാണ്, പടച്ചറബേ ഒരുപാട് നന്മകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. അതാ ഹുറൈറ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, പടച്ചറബേ ഒരു വിശ്വാസി എങ്ങാനും മരണപ്പെടുമ്പോ, ഒരു വിശ്വാസിയായ പടച്ച തമ്പുരാൻ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ഈ ലോകത്തെ നിന്ന് വിട പറയുമ്പോ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാ, അവന്റെ നെറ്റിത്തടം ഉയർത്തുകൊണ്ടാണ് സ്വഹാബ ലോകത്ത് നിന്ന് വിട പറയുന്നത്. അവന്റെ ജീവിതത്തിൽ അവൻ നെറ്റിത്തടം ഉയർത്തുകൊണ്ടാണ് ലോകത്ത് നിന്ന് വിട പറയുക. അതാ സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു തആല അവിടെ നിന്ന് പറയുകയാ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ മരണസമയത്ത് മയ്യത്തിനെ നിരീക്ഷിക്കുക. നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്ന മയ്യത്തിനെ ഒന്ന് നിരീക്ഷിക്കുക. കാരണം എന്തെന്നറിയുമോ? ആ മയ്യത്തിന്റെ നെറ്റിത്തടം ഉയർത്തിട്ടുണ്ടോ? ആ മയ്യത്തിന്റെ കണ്ണിലൂടെ കണ്ണുനീര് ഒഴുകുന്നുണ്ടോ? ആ മയ്യത്തിന്റെ മൂക്കിന്റെ ദ്വാരം ഇങ്ങനെ വികസിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവേ അവന്റെ ജീവിതത്തിൽ അവന്റെ മരണത്തിന്റെ സമയത്ത് അല്ലാഹുവിന്റെ കാരുണ്യം അവന് ഇറങ്ങിയിട്ടുണ്ടെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. അതാ വീണ്ടും അവിടെ നിന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു പ്രായമില്ലാത്ത ഒട്ടകത്തിന്റെ കഴുത്ത് ഞെക്കുമ്പോ, ഒരു പ്രായമില്ലാത്ത ഒട്ടകത്തിന്റെ കഴുത്തിങ്ങനെ പിടിച്ചു നെക്കിയാൽ ഒരു പ്രത്യേകമായ വലിവുള്ള ശബ്ദം ഇങ്ങനെ പുറത്തേക്ക് വരുമല്ലോ. അതുപോലെയുള്ള ശബ്ദമെങ്ങാനും പടച്ചുറപ്പെ മരിക്കുന്നവന്റെ ഇസ്രായേൽ പിടിക്കുന്ന സമയത്തോ, പടച്ചുറപ്പെ റൂഹിനെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു മനുഷ്യനിൽ നിന്ന് കടന്നു വരുന്നുണ്ടോ? അതേപോലെ തന്നെ അല്ലാഹുവേ നിറം വിവരണമാകുന്നുണ്ടോ?
അവന്റെ വായക്കകത്തുനിന്ന് പതയുന്നവയും പുറത്തേക്ക് കടന്നു വരുന്നുണ്ടോ? ഇവകളെല്ലാം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണല്ലോ, മരിക്കുന്ന സമയത്ത് അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ അടയാളമാണല്ലോ. മരിക്കുന്ന സമയത്ത് അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോയി എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. മരണസമയത്ത് ചുണ്ടുകൾ ഉണങ്ങൽ റഹ്മത്ത് ഇറങ്ങുന്നതിന്റെ അടയാളമായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. അതേപോലെ തന്നെ ശരീരം നിറം ചുമപ്പ് കളറായിട്ട് വന്ന അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങിയതിന്റെ അടയാളമായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ഇമാം ഗസാലി അടക്കമുള്ള ഇമാമികൾ നമ്മെ പഠിപ്പിക്കുകയാണല്ലോ. ഇതാണ് മരണത്തിന്റെ അവസ്ഥ. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള അടയാളം നമ്മൾ ആരുടെയെങ്കിലും മയ്യത്തിൽ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയുള്ള അടയാളങ്ങൾ ആരുടെയെങ്കിലും മയ്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? പടച്ചുറപ്പേ, നാളെ അള്ളാന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ ഏറ്റവും നന്മയുള്ളവരായിട്ട് കടന്നു പോകണ്ടയോ? അതിന് ദുനിയാവിന്റെ തുലിക്കുമുകളിൽ നിന്ന് നന്മകൾ ചെയ്തുകൊണ്ട് പടച്ച തമ്പുരാനോട് ചോദിച്ചു, അല്ലാഹുവേ, എന്റെ പാപങ്ങൾ പുറത്തു കൊണ്ടല്ല, എന്റെ ജീവിതത്തിൽ നന്മകൾ കൊണ്ടല്ല, എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഹറാമ് കാണിപ്പിക്കല്ല അല്ലാ എന്ന് പടച്ച തമ്പുരാനോട് ഇരുകരങ്ങൾ നീട്ടിയിട്ട് അള്ളാന്റെ മുമ്പിൽ തൗബ ചെയ്തിട്ട് പൊട്ടിക്കരഞ്ഞോ? നിന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്തു തരുമല്ലോ. നിന്റെ വിഷമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി തരുമല്ലോ. അതാ വീണ്ടും ഇവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഒരു അടിമയെ കൊണ്ടെങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയെങ്ങാനും ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവിടുന്ന് അവനെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജോലി ചെയ്യിപ്പിക്കുമല്ലോ. അവിടെ നിന്ന് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജോലി ചെയ്യിപ്പിക്കുക? എങ്ങനെയാണ് അവിടുന്ന് ജോലി ചെയ്യിപ്പിക്കുന്നത് നബിയേ? അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, സ്വഹാബാ, ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്നതിന്റെ മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൊണ്ട് നന്മകൾ ചെയ്യിപ്പിക്കുമല്ലോ. ഒരുപാട് നന്മകൾ ദുനിയാവിന്റെ തൊലിക്കുമുകളിൽ നിന്ന് റോഗ് പിരിയുന്നതിന്റെ മുമ്പായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുകയാണ്. പടച്ചുറമ്പേ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരോട് പറയട്ടെയോ, ഈ ദുനിയാവിന്റെ തൊലിക്കുമുകളിൽ നിന്ന് നമ്മൾ കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വിജയിച്ചവരായിട്ട് നമുക്ക് മാറാൻ കഴിയണമല്ലോ. ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളായിട്ട് മാറാൻ നമ്മളെ കൊണ്ട് കഴിയണമല്ലോ. ഏറ്റവും കൂടുതൽ നന്മ ചെയ്തവരായിട്ട് നമുക്ക് മാറാൻ കഴിയണമല്ലോ. നല്ല ഗുണങ്ങളുള്ളവരായിട്ട് മാറാൻ എൻ്റെ പ്രിയമുള്ളവരെ നമ്മെ കൊണ്ട് കഴിയണമല്ലോ. എന്താണ് അതിനുള്ള മാർഗമെന്നറിയോ? ഈ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്യലാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത് നന്മകളാകട്ടെ, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് നന്മകളാകട്ടെ, എല്ലാം നന്മയുടെ പക്ഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പടച്ച തമ്പുരാന് അതാ നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമല്ലോ. നമ്മളെ സ്വീകരിക്കുമല്ലോ. നമ്മളെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ടോ? പടച്ച തമ്പുരാന് നമ്മെ കൂടെയുണ്ടല്ലോ. ആ സമയത്തെങ്ങാനും പടച്ച റബ്ബേ നന്മ ചെയ്തുകൊണ്ട് അല്ലാഹുവേ പടച്ച തമ്പുരാന് കൂടെയുള്ള സമയത്തെങ്ങാനും അല്ലാഹുവേ ദുനിയാവിന്റെ തൊലിക്കുമുകളിൽ നമ്മൾ വിട അല്ലാഹു പിന്നെ സ്വർഗം തരൂലേ? അല്ലാഹു നമുക്ക് സ്വർഗം തരുമല്ലോ. അതിൽ പിന്നെ യാതൊരു സംശയവുമില്ലല്ലോ. അതുകൊണ്ട് പടച്ച തമ്പുരാന്റെ പ്രീതി ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുമോ? ആ അല്ലാഹുവിന്റെ സ്നേഹം നമുക്ക് ഏതെല്ലാം രൂപത്തിലൂടെ കരഗതമാക്കാൻ കഴിയുമോ? അതിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണേ. നമ്മുടെ പ്രാർത്ഥന അതാകട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങൾ അതാകട്ടെ. അല്ലാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടല്ലോ,
പടച്ചുറപ്പേ ദുനിയാവിന്റെ മേഖലകളെ കുറിച്ച് മാത്രം അള്ളാഹുവോട് ചോദിക്കില്ല, അള്ളാഹുവോട് ചോദിക്കില്ലേ ഉമ്മ. നമുക്ക് ജോലി വേണം, നമുക്ക് സമ്പത്ത് വേണം, നമുക്ക് നല്ല വീട് വേണം. ദുനിയാവിന്റെ ഈ പളപളപ്പിന്റെ സൗന്ദര്യങ്ങളെ കുറിച്ച് മാത്രം അള്ളാഹുവോട് ചോദിക്കല്ലേ. നാളെ പടച്ചുറപ്പിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ പടച്ചുറപ്പേ നമുക്ക് വിജയിക്കാനുള്ള മാർഗങ്ങളുണ്ടല്ലോ. എനിക്ക് ഒരുപാട് ഇബാദത്തിന്റെ അവസരം തരണേ അല്ലാഹ്, എന്റെ ഇബാദത്തുകൾ സ്വീകരിക്കണേ അല്ലാഹ് എന്ന് ആഖിറത്തേക്ക് ഉപകരിക്കുന്ന കാര്യം അല്ലാഹുവോട് ചോദിക്കണേ. എന്റെ പ്രിയമുള്ളവരെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചുറപ്പേ ഒരു വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. തന്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഇരുന്നിട്ട് പടച്ചുറപ്പിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. കരങ്ങൾ അല്ലാഹുവിലേക്ക് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് അവിടെ നിന്ന് ആത്മാർത്ഥമായിട്ട് പടച്ചുറപ്പേ ദുആ ചെയ്യുകയാണല്ലോ. ഇതാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇതങ്ങ് കാണുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെറുപ്പക്കാരനെ തിരിഞ്ഞു നോക്കുകയാണ്. പടച്ചുറപ്പേ മൂസാ നബിക്ക് വല്ലാത്ത വിഷമമായി. അതാ മൂസാ നബി മുന്നോട്ട് നടന്നു പോവുകയാണ്. കുറച്ചങ്ങ് കടന്നു ചെന്നപ്പോ പടച്ചുറപ്പേ തന്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു വരികയാണ്. അതാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു വരുമ്പോൾ ഈ ചെറുപ്പക്കാരൻ അതേ സ്ഥാനത്ത് ഇരുന്നിട്ട് തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. പടച്ചുറപ്പിന്റെ മുമ്പിൽ ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് ദുആ ചെയ്യുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചുറപ്പേ അവിടെ നിന്ന് പറയുകയാണ്. അതാ ഈ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നു, പടച്ചുറപ്പേ നീ എന്തിനാണ് കരയുന്നത്, നീ എന്താ ദുആ ചെയ്യുന്നത്? പടച്ചുറപ്പേ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് വിഷമങ്ങൾ പറയുകയാണ്. അതാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറയുന്നു, ഈ ചെറുപ്പക്കാരന്റെ വിഷമങ്ങളുണ്ടല്ലോ, ഈ ചെറുപ്പക്കാരന്റെ വിഷമങ്ങളുണ്ടല്ലോ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിഷമത്തോടുകൂടി ദുആ ചെയ്യുന്നതിന് നീ കേൾക്കണേ അല്ലാഹ് എന്നവിടെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്. ഉടനെ അതാ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, നബിയേ അവനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യല്ല നബിയേ, അവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കില്ലല്ലോ, അവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കില്ലല്ലോ. പടച്ചറബ്ബേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ചോദിക്കുകയാണ്, എന്താണ് ഇവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കാത്തത്? ഇവന്റെ പ്രാർത്ഥന എന്തുകൊണ്ടാണ് അല്ലാഹു സ്വീകരിക്കാത്തത്? പടച്ചറബ്ബേ ഇതങ്ങ് ചോദിക്കേണ്ട താമസമതാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, മൂസാ നബിയെ അവൻ ചോദിക്കുന്നത് മുഴുവനും ദുനിയാവാണ് നബിയെ, ദുനിയാവിന്റെ സൗന്ദര്യമാണ് നബിയെ, ദുനിയാവിന്റെ കാര്യങ്ങളാണ് അവന് ചോദിക്കുന്നത്. അതുകൊണ്ട് അവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കില്ലെന്നോ. അതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ പ്രിയമുള്ളവരെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്, അതുകൊണ്ട് അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദുനിയാവിന്റെ സന്തോഷങ്ങൾ മാത്രം ചോദിക്കരുത് എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിന്റെ ആനന്ദങ്ങൾ മാത്രം ചോദിക്കരുത്. ചോദിക്കേണ്ട സമയത്ത് പടച്ചുറപ്പേ ആഖിറത്തെ കുറിച്ച് ചോദിക്കണേ. തന്റെ പ്രിയപ്പെട്ട അയൽവാസികൾക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ചോദിക്കണേ. തന്നെ ഞാനാക്കി വളർത്തിയ തന്റെ പ്രിയപ്പെട്ട വാപ്പയും ഉമ്മയും ഉണ്ടോ, അവർക്ക് വേണ്ടിയിട്ട് ചോദിക്കണേ. പടച്ചുറപ്പേ പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ മാറാൻ അല്ലാഹുവോട് പറയണേ. അതേപോലെ എന്റെ പടച്ചുറപ്പേ ഒരുപാട് ഖൈറായ ഹലാലായ മുറാദുകളുണ്ടോ, അതെല്ലാം വീടാൻ അല്ലാഹുവോട് പറയണേ. ഇങ്ങനെയൊക്കെയാണ് എന്റെ പ്രിയമുള്ളവരെ പടച്ചുറപ്പിനോട് ദുആ ചെയ്യേണ്ടത്. ദുനിയാവിനെ മാത്രം ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുകയില്ല.
എൻ്റെ പ്രിയമുള്ളവരെ, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ആ സമയത്താണ് പടച്ച തമ്പുരാനെ ഒരു ചെറുപ്പക്കാരൻ ഇരുന്നിട്ട് കരയുന്നത്. അവൻ ഇരുന്നിട്ട് കരച്ചിൽ കണ്ടിട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വല്ലാത്ത വിഷമമായി. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ച റബ്ബേ, ഈ ചെറുപ്പക്കാരന്റെ എന്ത് മുറാദാണെങ്കിലും പടച്ചവനെ നീ വീട്ടിൽ കൊടുക്കണേ അല്ലാഹ്, നീ അത് വീട്ടിൽ കൊടുക്കണേ എന്ന് മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിട്ടിട്ട് പറഞ്ഞു, മൂസ നബിയെ, അവന്റെ പ്രാർത്ഥന സ്വീകരിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണ്ട, നിങ്ങൾ ദുആ ചെയ്താലും സ്വീകരിക്കില്ല. ചെറുപ്പം അവിടെ നിന്ന് പറയാം, എത്തി അതിനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു കൊടുത്തു, അവൻ ചോദിക്കുന്നത് മുഴുവൻ ദുനിയാവിന്റെ ആഗ്രഹങ്ങൾ മാത്രമാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, പടച്ച തമ്പുരാനോട് ചോദിക്കുമ്പോ ദുനിയാവിനെ മാത്രം ചോദിക്കരുത്, ആഖിറം കൂടെ അല്ലാഹുവിനോട് ചോദിക്കണം. ആഖിറം കൂടെ ചോദിക്കണം, നന്മയാർന്ന കാര്യങ്ങളും കൂടെ അല്ലാഹുവിനോട് ചോദിക്കുക. എൻ്റെ പ്രിയമുള്ളവരെ, എങ്കിലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുള്ളൂ. അല്ലാഹു തആല ഉത്തരം തരട്ടെ, അല്ലാഹു നമുക്ക് ഉത്തരം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് ചൊല്ലിക്കേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റി തരട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും വിഷമം അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു തആല എല്ലാവരുടെയും വിഷമം അല്ലാഹു തീർക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. അൻഷാദ് എന്ന അക്കൗണ്ട്, ABCDMC എന്ന് പറയുന്ന അക്കൗണ്ട്, റംലാന എന്ന് പറയുന്ന അക്കൗണ്ട്, അതേപോലെ തന്നെ സാറ മഠത്തിൽ എന്ന് പറയുന്ന അക്കൗണ്ട്, അതേപോലെ തന്നെ ഹന്ന എന്ന് പറയുന്ന അക്കൗണ്ട്. ഈ അക്കൗണ്ടുകളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാഹ് കമന്റിൽ വന്നിട്ടുണ്ട്. കമന്റിൽ വരാത്ത നമ്മുടെ മജ്‌ലിസ് കേൾക്കുന്ന ഒരുപാട് ആളുകളുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും പ്രയാസം അല്ലാഹു